ഹലോ ഗൈസ്, HP റിയാക്ഷന്റെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് പവി കെയർടേക്കറിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട് ദിലീപിന്റെ. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാം. അതിനുശേഷം ബാക്കി സംസാരിക്കും. നിങ്ങൾക്ക് എന്നാ പറ്റിയെന്ന്? എന്താ പ്രശ്നം? അവൻ എന്തിനാ നിലവിളിച്ചേ? ഈ രാത്രിയും പോലും ഉറക്കമുള്ള ഡ്യൂട്ടിയല്ലേ, കയ്യിന്ന് പോയി. 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഒരുമാതിരി ഉളി പോയ ആശാരിയെ പോലെ. എന്റെ ഉളി പോയി. നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്തിനു? ഇന്ന് പുതിയ ആള് വരും. ഏതലവലാതെയാണോ അവിടെ കയറി താമസിക്കുന്നത്? അവൻ വന്നു കഴിഞ്ഞാ ഓടിച്ചിട്ട് അവന്റെ ചന്തിക്ക് അച്ചാലും മുച്ചാലും കടിച്ചു പറിച്ചേക്കണം. കിട്ടി കിട്ടി. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്ഥനായി അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. കൊച്ചേട്ടൻ മാത്രമേ നിത്യബ്രഹ്മശ്രീയായിട്ട് ദാമ്പത്യ സുഖം അറിയാതെ പാഴായിപ്പോട്ടെ. അവൻ ഇനി ഇതിനകത്തെങ്ങാനും വന്നാ തീർന്നു. തള്ളച്ച് അവരെ വെടിവെച്ചിട്ട്. ഈ ആണും പെണ്ണും തമ്മില് പ്രേമം എന്നുള്ള സംഗതി മാത്രല്ല, നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ മനസ്സിലാവണേല് ലൈഫിൽ അങ്ങനെ ഒരാള് വേണം. പവി, ഞാൻ നിന്നോട് ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നിന്റെ ഭാഗ്യമുണ്ട്, അവരോട് പറഞ്ഞപ്പോ അവർക്ക് താല്പര്യ. Ask for a date, propose and close the deal. സുന്ദരിയാ? നോക്കിയിട്ട് പറയാട്ടോ. എന്താ പവിയേട്ടാ എന്നെ ഒറ്റ കൊടുത്ത യൂദാസേ. ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് എന്നിട്ട് പട്ടിയാ പിടിക്കാനും കുളിപ്പിക്കാനും അല്ലേ? നെല്ല പോയാ മതി. താനിവിടെ ഇല്ലായിരുന്നപ്പോ കൊച്ചിയുടെ വന്നായിരുന്നു. ഏതു വെച്ച? ഞാനിവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. എന്റെ പവിയേട്ടാ, നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. കാലം തിരശ്ശീല മാറ്റി കൺമുമ്പിൽ കൊണ്ടുവരും. ട്രെയിലർ ഉണ്ട് അല്ലേ? നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ട്രെയിലർ. പഴയ ദിലീപേട്ടന്റെ ഒരു എനർജി ആ ലെവലില്, പഴയ ലെവലിലേക്ക് വന്ന ഒരു ഫീല്, പഴയ എന്റർടൈനർ ദിലീപ് തിരിച്ചു വന്നൊരു ഫീല് അല്ലെ? മൊത്തത്തിൽ കണ്ടപ്പോ ഒരു കോമഡി നല്ല, ഇപ്പൊ ട്രെയിലർ കണ്ട കോമഡികളൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട് അല്ലെ? ഇപ്പൊ പടം കാണുമ്പോ അറിയാം എന്തായാലും നല്ലൊരു തിരിച്ചുവരവിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പടം കണ്ടിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. വിനീത് കുമാർ ഡയറക്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ദിലീപിന്റെ ഒരു നല്ലൊരു തിരിച്ചുവരവാവട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. പടം എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ്. ദിലീപിനും കൂടി ഫോമിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ അത്ര നല്ലതാണ് അല്ലെ? ഏപ്രിൽ 26 റിലീസിലാണ്. അപ്പൊ എന്തായാലും പടം റിലീസ് 26 ആയതുകൊണ്ട് അതിനുശേഷം പിന്നെ മെയ്യിലേക്കാണ് പടങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇത് അത്യാവശ്യം പടം ക്ലിക്കാൻ വേണ്ടി കളക്ഷൻ ആയിരിക്കുള്ളൂ. ദിലീപിന് ഇപ്പൊ ഒരു കളക്ഷൻ, ഒരു ബോക്സ് ഓഫീസിന്റെ ഒരു ഇത് അത്യാവശ്യമാണ്. കാരണം കുറച്ച് പടങ്ങൾ ഇപ്പൊ പരാജയപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് ഇത് വിജയം അത്യാവശ്യമാണ്. എന്തായാലും ഇതൊരു പ്രോമിസിംഗ് ആണ്. കണ്ടിട്ട് നല്ല വിജയം കിട്ടാനും സാധ്യതയുണ്ടെന്നാണ് കണ്ടിട്ട് തോന്നുന്നു അല്ലെ? ഈ ഡയറക്ടറിന്റെ കാര്യം നോക്കിയാൽ മുമ്പത്തെ പടങ്ങളൊക്കെ പക്ഷെ DF പൊട്ടിയായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ നല്ല അഭിപ്രായം വന്നായിരുന്നു. മിക്സഡ് ആയിട്ടുള്ള ഞാനുള്ള പകുതിന്റെ അത് ഫസ്റ്റ് ഓർഡർ. അപ്പൊ അതും കണ്ടിരിക്കാം, എനിക്ക് കുഴപ്പമില്ലല്ലോ, വേറെ കണ്ടിരിക്കാൻ രസമുണ്ട്. അപ്പൊ എന്തായാലും 26 അറിയാം റിലീസായി കഴിയുമ്പോ അങ്ങനെ പടം. എന്തായാലും നമുക്ക് ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.